ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണ സ്പെഷ്യൽ ഓലനാണ് കേട്ടോ. അപ്പൊ ഓലൻ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് ഇനബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. ഓലന് വേണ്ടിയിട്ട് വെള്ളപ്പയർ അല്ലെങ്കിൽ വൻപയർ എന്നൊക്കെ പറയും, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്നും ഒരു ചട്ടിയിലിട്ട് വറുത്ത് എടുക്കുവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാം പയറുണ്ടാവും. അതിൽ കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഒരു 4 പേർക്കൊക്കെ കഴിക്കാൻ പാകത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 150 ഗ്രാം പയർ ഇതുപോലെ ഒന്ന് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ. ഒത്തിരി അങ്ങ് വറുത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് ഉണ്ടാക്കാനാണെങ്കിൽ അതനുസരിച്ച് ആളുടെ എണ്ണം അനുസരിച്ച് വേണം നമ്മൾ കൂട്ടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അളവ്. അപ്പം ഇതൊന്ന് നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്കൊരു വെള്ളം നിറച്ച പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി ഇട്ടേക്കാം. ഒരു നൈറ്റ് മൊത്തം ഞാൻ ഇത് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് കുതിർന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് ഇനി കഴുകി എടുക്കണം, അല്ലെങ്കിൽ ഒരു കറ പോലത്തെ അതങ്ങ് ഇളകി കഴിഞ്ഞാൽ കറിയുടെ കളർ അങ്ങ് മാറിപ്പോകും. ഇതൊരു വെള്ള കളർ കറിയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു 5-8 പ്രാവശ്യം ഞാനത് നന്നായിട്ട് കയ്യിൽ ഉരച്ചൊരച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് കുക്കറിൽ ഒന്നിട്ട് വേവിക്കുന്നില്ല, കാരണം കൂടുതൽ എമൗണ്ട് ഒന്നുമില്ല, ഒരു ഇച്ചിരി പോലും ഉണ്ടായിരുന്നുള്ളൂ. അത് കുക്കറിലൊന്നിട്ട് വേവിക്കാനില്ല, മാത്രമല്ല ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകേണ്ടതുമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് മൂടി തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കുവാണേ. ഇനി വേറൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ 1 കപ്പ് കുമ്പളങ്ങ അരിഞ്ഞാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വളരെ കനം കുറച്ചാണ് കുമ്പളങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 4 പച്ചമുളക് കൂടി അരിഞ്ഞിട്ടിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല, 1 കപ്പ് കറക്റ്റായിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തതിന് അളവിനാണ് 1 കപ്പ് വെള്ളം കേട്ടോ. നിങ്ങൾ ഇനി ഇത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേണം വെള്ളം വയ്ക്കാൻ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റിന് ശേഷം കുമ്പളങ്ങ ഇതുപോലെ വെന്ത് വെള്ളം വറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കത്ത് പിടിച്ച് പോകരുത്. ഇതിപ്പോൾ ഞാൻ വെള്ളം വറ്റിച്ചെടുത്തതാണ്. അതിനകത്തേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചില്ലേ ഉപ്പ് ചേർത്ത് നമ്മുടെ പയറ്, അതും കൂടി ഒന്ന് അരിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ആ വെള്ളം ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, കാരണം കളർ വ്യത്യാസം വരും. അതുകൊണ്ട് വെള്ളം അരിച്ച് ഞാൻ കളയുവാണ് ചെയ്തത്. അതിന് മാത്രം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് വെള്ളം വറ്റിച്ചെടുത്തു ഞാൻ. ബാക്കിയുള്ള വെള്ളം അരിച്ച് പുറത്തോട്ട് കളയുകയും ചെയ്തു. ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഒരുമിച്ച് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരട്ടിയത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ പാലാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. 1-ാം പാലാണ് ഇതിനകത്ത് ചേർക്കുന്നത്. നല്ല കട്ട കൊഴുപ്പുള്ള പാല് വേണം നമ്മൾ ചേർക്കാൻ. ഒത്തിരി ലൂസ് പാലാവാൻ പാടില്ല. ലൂസ് പാലായി കഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് കിട്ടത്തില്ല കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നല്ല കട്ട പാല് തന്നെ എടുക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പയറിലും കുമ്പളങ്ങയിലും ഉള്ള വെള്ളം നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ഒരു പാലിൽ മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി, തിള വരരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടാനേ പാടുള്ളൂ ഈ ഒരു പാല്. തിള വരണേക്കായി മുമ്പ് നമുക്ക് ഒരു തണ്ട് വേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ആ ചട്ടിയുടെ ഒരു ചൂടും കൂടി കിട്ടിക്കഴിയുമ്പോൾ ഓലൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഓലൻ ഒരു തൊടുകറിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറേ അളവിൽ ഉണ്ടാക്കാത്തത് കേട്ടോ. ഇതൊരു ഇലയുടെ ഒരു സൈഡിലായിട്ട് 1-2 ടീസ്പൂൺ എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഓല ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ മറക്കാണ്ട് ഈ ഒരു ഓണക്കാലത്ത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നോട് അഭിപ്രായം പറയാം. ഓണാശംസകൾ നേരുവാണ്. എല്ലാവർക്കും നല്ലൊരു പരിശുദ്ധമായിട്ടുള്ള ഒരു ഓണം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം പുതിയൊരു വിഭവമായിട്ട് വരുന്നവരെ ടാറ്റാ.